കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒപ്പം CPM ഉണ്ട്. അത് കുറച്ച് നേരം ഉപരോധിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മണിയിലോ 5:30 വരെയൊക്കെ ഉപരോധിക്കും. അതുവഴി സെക്രട്ടറി വീട്ടിൽ പോയി അവരും പോകും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഇത്രത്തോളം പ്രാധാന്യം നൽകുന്ന മറ്റൊരു കോർപ്പറേഷൻ നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അതിനർത്ഥം. കാരണം മറ്റൊന്നുമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർത്തകൾക്ക് അത്രത്തോളം പ്രാധാന്യം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അതിന് കാരണം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോർപ്പറേഷന്റെ അധികാര സ്ഥാനത്തെത്തുന്നത് തിരുവനന്തപുരത്താണ്. NDA എന്ന് പറയുന്ന BJPയുടെ മുന്നണിക്ക് 50 സീറ്റുകളാണുള്ളത്. LDFന് 29 സീറ്റ്, UDFന് 19 സീറ്റ്, 2 സ്വതന്ത്രന്മാര്. ഇതിലൊരു സ്വതന്ത്രനെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് BJP തലസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. അധികാരത്തിലേറിയ തൊട്ട് പിന്നാലെ തന്നെ ഒരു കേസ് കോടതിയിലേക്ക് പോയി. BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യണം. കാരണം മറ്റൊന്നുമല്ല, മതചിഹ്നങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു. അതായത് ആറ്റുകാലമ്മ, ഗുരുദേവൻ, അതുകൂടാതെ ബലിദാനികളുടെ പേരിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് ഇതെല്ലാം സത്യപ്രതിജ്ഞ ലംഘനമാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കേസ് പോയത്. പക്ഷെ അള്ളാഹയുടെ പേരിലും പടച്ചവന്റെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്യുന്ന നാടാണ് ഇവിടെ. ഇന്നേ വരെ അതിന്റെ പേരിൽ ആരുടെ സത്യപ്രതിജ്ഞ ഒരു കോടതിയും റദ്ദ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കാർ ആ ഒരു രീതിയിൽ മുന്നോട്ട് കേസുമായിട്ട് പോരുന്നെങ്കിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ജനപ്രതിനിധികളും ആദ്യം തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട വന്നേനെ. ഇനിയും BJPക്ക് ഈ ഒരു ഫോർമുല സ്വീകരിക്കാം. കാരണം നിങ്ങൾക്ക് മുന്നിലേക്ക് അവരൊരു മാർഗം തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും അള്ളാഹയുടെ നാമത്തിലേക്ക് സത്യപ്രതിജ്ഞയായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അന്നേരം കോടതിയെ സമീപിക്കുക, അവരുടെ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്ത് കളയുക. എന്നാലും ഒരു മാതൃക നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഒരു കേസിൽ വിധി വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അതേ റിപ്പീറ്റ് വിധി തന്നെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാലും കൗൺസിലറായിട്ടുള്ള സുഗതന്റെ സത്യപ്രതിജ്ഞ ആ ഒരു കേസിനെ തുടർന്ന് അന്ന് കോടതി റദ്ദ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് സുഗതന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് കൗൺസിൽ യോഗങ്ങളിലേക്ക് എത്താതിരിക്കുന്ന സുഗതനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ബഹളം വെച്ചു. തുടർച്ചയായിട്ട് കൗൺസിൽ യോഗത്തിൽ എത്താത്തതിന്റെ പേരിൽ തന്നെ അയോഗ്യനാക്കുമെന്ന് മനസ്സിലാക്കിയ സുഗതൻ ജയിൽ അധികാരികൾക്ക് ഒരു കത്ത് നൽകുന്നു. ആ കത്ത് ഇതായിരുന്നു: പോലീസിന്റെ സംരക്ഷണയിൽ തനിക്ക് ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനുള്ള പെർമിഷൻ ജയിൽ അധികാരികൾ നൽകണം. പക്ഷെ ജയിൽ അധികാരികൾ ഇത് നേരെ ആഭ്യന്തര വകുപ്പിന് കൈമാറിയപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇതായിരുന്നു: ഒരു അവധിക്കപേക്ഷ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചിരിക്കുമ്പോഴത്തേക്ക് കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഈ ഒരു അപേക്ഷ പാസ്സായി കഴിഞ്ഞാൽ 6 മാസത്തേക്ക് അദ്ദേഹത്തിന്റെ കൗൺസിലർ സ്ഥാനത്തിന് യാതൊരു ഭീഷണിയുമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് സഹിതം സുഗതൻ ഒരു അവധിക്കപേക്ഷ സമർപ്പിച്ചു. അതിന്ന് കോർപ്പറേഷൻ പാസ്സാക്കി. അത് പാസ്സാക്കിയപ്പോഴാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. മറ്റൊരു സ്വതന്ത്രം കൂടി BJPയുടെ പക്ഷത്തേക്ക് വന്നു. അതായത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം സേഫ് സോണിലാണ്. സുഗതൻ ഇല്ലെങ്കിലും ഭരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനൻ TVയോട് VV രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സംസാരിക്കുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും മുനിസിപ്പൽ ആക്ടിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് മുനിസിപ്പൽ ആക്ട് അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൗൺസിൽ പാസ്സായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 6 മാസം വരെ വിട്ടു നിൽക്കാൻ പറ്റും. ഈ ആഭ്യന്തര വകുപ്പിന്റെ ഈ ഒരു കത്ത്, ഒരു സർക്കുലറാണ് ഇപ്പോൾ വലിയ ചർച്ച. അത് എങ്ങനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളൊരു വിള്ളൽ വരുത്തുന്ന തരത്തിൽ ഉള്ള ഒരു നീക്കമായിരുന്നു BJPയുടെ? അല്ല, അത് ജയിലിൽ നിന്നുകൊണ്ട് സുഗതനൊരു അപേക്ഷ കൊടുത്തിരുന്നു സംസ്ഥാന സർക്കാരിന്. സുഗതൻ കൊടുത്തത് അപേക്ഷ പോലീസ് പരോളിൽ അദ്ദേഹത്തിന് കൗൺസിൽ ഹാജരാകണമെന്നായിരുന്നു. അതിന് നിർവാഹമില്ലെന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി കോർപ്പറേഷനിലൊരു അപേക്ഷ നൽകി, മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് ഒരു അപേക്ഷ നൽകി, ആ അപേക്ഷ വോട്ടിനിട്ട് ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കും എന്നുള്ള സർക്കുലറാണ് സംസ്ഥാന സർക്കാർ കൊടുത്തത്. ആ സർക്കുലറും ഇതിന് പിൻബലമായിട്ടുണ്ട്. കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒപ്പം CPM ഉണ്ട്. അത് കുറച്ച് നേരം ഉപരോധിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മണിയിലോ 5:30 വരെയൊക്കെ ഉപരോധിക്കും. അതുവഴി സെക്രട്ടറി വീട്ടിൽ പോയി അവരും പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഡയലോഗ് കേട്ടപ്പോഴത്തേക്ക് തോന്നിയതിനെ അറിയും. പണ്ട് ഏതൊരു സിനിമയ്ക്കകത്ത് ജയറ് പറഞ്ഞത് എഴുന്നേറ്റ് പോടേ, ആ ഒരു ഡയലോഗാണ് പുള്ളി പറയാതെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനകത്തൊരു ട്വിസ്റ്റ് സംഭവിച്ചാണെന്ന് വെച്ചാൽ പൗണ്ട് കടവ് വാർഡിലെ കൗൺസിലർ S സുധീഷ് അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് ജയിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം CPIMന്റെ കൂടെയാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. അതായത് LDF എന്ന് പറയുന്ന മുന്നണിയുടെ കൂടെയാണ് നിലവിൽ അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹവും ഈ പറയുന്ന സുഗതനെ പിന്താങ്ങിക്കൊണ്ട് വോട്ട് ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ഈ ഒരു വോട്ടെടുപ്പിൽ സുഗതന് അനുകൂലമായിട്ടുള്ള വോട്ടിംഗ് വന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സുധീഷിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വിശദീകരണം നമുക്ക് കണ്ടു നോക്കാം.
സുധീഷ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സുഗതന്റെ കാര്യത്തിൽ ഒരു പിന്തുണ നൽകാൻ തീരുമാനിച്ചത്? ഇപ്പോൾ ഒരുപാട് പ്രാവശ്യമായി ഇപ്പോൾ സുഗതന് മുന്നോട്ട് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അയാൾ ഒരു കൗൺസിലറാണ്. കൗൺസിലർ ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഒരുപാടുണ്ട്. ആ അവകാശങ്ങൾക്കൊപ്പം ഒരു ലീവ് ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതാണ് ഞാൻ സുഗതന് വ്യക്തിപരമായുള്ള പിന്തുണയാണോ അതോ BJPക്കുള്ള പിന്തുണ? സുഗതന് വ്യക്തിപരമായ സുഗതൻ ആസ് എ കൗൺസിലർ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. സോ ഇതാണ് സുധീഷിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്തായാലും നിലവിലെ BJPയുടെ ഭരണം സേഫാണ്. കാരണം സുധീഷിന്റെ കൂടി പിന്തുണയുണ്ട്. 6 മാസത്തിനുള്ളിൽ ഈ പറയുന്ന സുഗതനെ ജാമ്യത്തിലിറക്കി തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കാനുള്ള വിധിയും കൂടി സമ്പാദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ BJPയുടെ ഭരണം എന്നേക്കുമായിട്ട് സേഫ് ആകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രതിപക്ഷത്തിനായിരിക്കും നഷ്ടമുണ്ടാകുന്നത്. കാരണം പറ്റുന്നില്ല, ഇപ്പോൾ ഒരു സ്വതന്ത്രനെയാണ് BJP കൂടെ കൂട്ടിയിരിക്കുന്നത്. ഈ 19 കൗൺസിലർമാരുള്ള UDFിൽ നിന്ന് വെറും 13 അംഗങ്ങളെ മറുകണ്ഠം ചാടിച്ചു കഴിഞ്ഞാൽ BJPയുടെ ഭരണം സേഫ് ആവും. അങ്ങനെ ഒരു അട്ടിമറി നടന്നു കഴിഞ്ഞാൽ UDF എന്ന് പറയുന്ന മുന്നണി സംവിധാനം തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ ഇല്ലാതെയാവും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് പുലിവാല് പിടിച്ചിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു അന്വേഷണം കൂടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വാർത്തയും കൂടി ഒന്ന് കണ്ടുപോകാം. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാപ്പ കേസിൽ പ്രതിയായ R. സുഗതന്റെ അവധിയപേക്ഷ പരിഗണിക്കുമ്പോൾ താരമായത് ഒരു കത്താണ്. മേയർ പലവട്ടം പരാമർശിച്ച ഉയർത്തിക്കാട്ടിയ ആ കത്ത് ആഭ്യന്തര വകുപ്പ് സുഗതന് നൽകിയ ഒരു മറുപടി കത്താണ്. ശബരിനാഥൻ UDF സർക്കാരിന്റെ സർക്കുലർ കേൾക്കണം. കോർപ്പറേഷൻ കൗൺസിലിൽ പങ്കെടുക്കാൻ എസ്കോട്ട് പരോൾ അനുവദിക്കണമെന്ന സുഗതന്റെ ആവശ്യം നിരസിച്ച ആഭ്യന്തര വകുപ്പ് മറുപടി കത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി കടത്തി പറഞ്ഞു. ജയിൽ സൂപ്രണ്ട് മുഖേന അവധിയപേക്ഷ നൽകാം. ഈ അവധിയപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്നുകൂടി ആഭ്യന്തര വകുപ്പ് സുഗതനെ ഉപദേശിച്ചു. കടന്നുപോയ ഈ ഉപദേശമാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ മേയർക്കും BJPക്കും വീണ് കിട്ടിയ വടിയായത്. കാപ്പ പ്രതിക്കും അവധിയാകാമെന്നാണ് കത്തിലൂടെ ആഭ്യന്തര വകുപ്പ് തന്നെ വ്യക്തമാക്കിയത്. കത്ത് വിവാദമായതോടെ കത്ത് നൽകാനുണ്ടായ സാഹചര്യം പരിശോധിക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ഇനിയിപ്പോ എന്താ അന്വേഷണം പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ടോ? കാരണം ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ വിശദീകരണ പ്രകാരം അല്ലെങ്കിൽ വിശദീകരണ പ്രകാരം അദ്ദേഹം ഒരു അവധിക്ക് അപേക്ഷ വെച്ച് കൃത്യമായിട്ട് ആ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് നടന്നു. അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചു. BJPയുടെ ഭരണം സേഫായി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീണ്ടും ട്രോളിന് ഇരയാവുന്നത് ശബരിനാഥനാണ്. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ R. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്ന് പറഞ്ഞ ശബരിനാഥനെ ഇപ്പോൾ തന്നെ ജനങ്ങൾ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ശബരിനാഥന്റെ കൊക്കി ചത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ട്രോൾ മെറ്റീരിയൽ ആയിട്ട് ശബരിനാഥ് മാറിയിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് ഇപ്പോഴും ഇതിനകത്തൊരു സംശയമുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ഒരു ഇലക്ഷനിൽ മത്സരിച്ച വ്യക്തിയാണ്. അന്ന് എനിക്കൊപ്പം മത്സരിച്ച പല ആളുകൾക്കും കേസുകളുണ്ട്. അങ്ങനെ കേസുകളുള്ള എല്ലാവരും തന്നെ കോടതിയിൽ നിന്ന് കൃത്യമായിട്ട് ജാമ്യം എടുത്ത് അതിന്റെ പേപ്പർ സഹിതം സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ മത്സരിച്ചത്. അങ്ങനെ തന്നെ സുഗതനും ചെയ്തിട്ടുണ്ടാവും. അന്നൊന്നും പ്രശ്നമില്ല. ഞാൻ ഈ ഒരു കാപ്പ കേസ് കൊടുന്നതിനെ എങ്ങനെ പൊങ്ങിയൊന്നും എനിക്കറിയില്ല. ഒരു ഡൗട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ സംസ്ഥാനമാണ്, എന്ത് തോന്നിവാസം നടക്കും എന്നാണെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ ജംഗിൾ രാജ്, ഫാസിസം എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ശരിയാണ്. ബൈ.